ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രഡിക്ഷൻ ലിസ്റ്റായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് പേര് പ്രഡിക്ഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരുടെ പേരൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇതിൽ. ഇപ്രാവശ്യം അവരൊക്കെ വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ നമുക്ക് ഓരോ ലിസ്റ്റിലേക്കും കിടക്കാം. അപ്പോൾ ആദ്യത്തെ ആൾ എല്ലാവർക്കും അറിയുന്ന അഞ്ജലി നായർ. ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക എന്ന് പറഞ്ഞ MLA ആണ് ആദ്യത്തെ ആൾ. രണ്ടാമത്തത് ഡേവിഡ് ജോൺ, അതായത് ഏഷ്യാനെറ്റിൽ സീരിയലൊക്കെ ചെയ്യുന്ന നെഗറ്റീവ് റോൾ ചെയ്യുന്ന ആളാണ്. മൂന്നാമത്തത് പാർവതി ബാബു, ആങ്കറാണ്, എല്ലാവർക്കും അറിയാം, മുമ്പേ പ്രൊഡക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. അടുത്ത നാലാമത്തത് നാസിഫ് അപ്പു, ഡാൻസറാണ്, ഡിഫോ ഡാൻസിലൊക്കെ ഉണ്ടായിരുന്നു, വിന്നറായ ആളാണ്, ടൈറ്റിൽ വിന്നറായ, അതേപോലെ ഏഷ്യാനെറ്റിലെ ഡാൻസ് പ്രോഗ്രാമിലുണ്ടായിരുന്നു. അടുത്ത ആൾ പ്രതീക്ഷ. പ്രതീക്ഷ എല്ലാവർക്കും അറിയാം, ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. ഏഷ്യാനെറ്റിൽ ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുള്ള ആളാണ് പ്രതീക്ഷ. അടുത്ത ആൾ റോഹൻ ലോണ. റോഹൻ ലോണാനെ എല്ലാവർക്കും അറിയാം, നല്ല വ്യക്തമായിട്ടുള്ള നിലപാടൊക്കെ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ആളാണ്. അടുത്ത ആൾ അവന്തിക മോഹൻ. അവന്തിക മോഹൻ എല്ലാവർക്കും അറിയാം, ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം എന്ന സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ്. ഇനി അടുത്തത് ഇൻഫ്ലുവൻസറായ പ്രണവ് കൊച്ചു. പ്രണവ് കൊച്ചുവിൻ്റെ അറിയാമല്ലോ, ഇപ്പം ആൾ സിംഗിളാണ്, അതേപോലെ ഒരുപാട് കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്തത് മേഘന വിൻസെൻറ്റ്. മേഘനയെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ചന്ദനമഴയിലെ സ്വന്തം അമൃത. ഇപ്പോൾ സാന്ത്വനം ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ്. ഇനി അടുത്തത് ആർജെ ആയിട്ടുള്ള ആർജെ ഖത്താഫിയാണ്. ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ ചെയ്യുന്ന ആളാണ്, സീരിയലും ചെയ്തിട്ടുണ്ട്, അപ്പം വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് ഗൗരി കൃഷ്ണ. ഏഷ്യാനെറ്റിലെ തന്നെ പൗർണമി തിങ്കൾ എന്ന സീരിയലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്, ചാൻസ് ഉണ്ട് വരാൻ വേണ്ടിയിട്ട്. അടുത്തത് അജൂബ് ഷാ. അജൂബ് ഷാ ഏഷ്യാനെറ്റിൽ തൂവൽ സ്പർശം എന്ന സീരിയലിൽ അഭിനയിച്ച ആളാണ്, സീരിയൽ ആക്ടറാണ്, ഒരുപാട് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്ത ആളാണ്. ഇനി അടുത്തത് വരുന്നത് അന്ന പ്രസാദ്, ഡാൻസറാണ്, ഒരുപാട് ഫാൻസൊക്കെ ഉണ്ട്, ഏഷ്യാനെറ്റിലെ ഡാൻസിങ് പ്രോഗ്രാമിലൊക്കെ ഉണ്ടായ ആളാണ്. അടുത്തത് കൊല്ലം ഷാഫി, സിംഗറാണ്. അപ്പം ഇതിന് കഴിഞ്ഞ പ്രാവശ്യം പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്ന ആളാണ്, അപ്പോൾ ഇപ്രാവശ്യം ചാൻസ് ഉണ്ട്. അടുത്തത് ശാലിനി സോയ. അങ്ങനെ ആരും പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ശാലിനിക്ക് കോള് പോയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്, കാരണം ഒരു ബിഗ് ബോസിലേക്ക് വരാൻ പറ്റിയ ആൾ തന്നെയാണ്. അടുത്തത് അരുൺ ഗോപൻ, നമ്മുടെ പരസ്പരത്തിലെ സൂരജ്. അരുൺ ഗോപനൊക്കെ എന്തായാലും കോള് പോയിട്ടുണ്ടാവും, പ്രതീക്ഷിക്കാം നമുക്ക് വരുമല്ലോ. അടുത്ത ആൾ ചൈതന്യ പ്രകാശ്, ഇൻഫ്ലുവൻസറാണ്, റീൽസൊക്കെ ഒരുപാട് ചെയ്യുന്നതാണ്, മൂവി കോപ്പിയൊക്കെ ആയിട്ട്. യങ്സ്റ്റേഴ്സൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ചൈതന്യമൊക്കെ വരാൻ. അടുത്തത് അധികം ആൾക്കാരും പ്രഡിക്ഷനിൽ പറഞ്ഞിട്ടുള്ള ആളാണ് ജാസി. ജാസി ബിഗ് ബോസിൽ വരാൻ ചാൻസ് ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാലും ഒരു ചാൻസ് കാണുന്നുണ്ട് ജാസിൻ്റെത് കാരണം. അടുത്തത് സാധിക. സാധികയെ എല്ലാവർക്കും അറിയാം, ഏഷ്യാനെറ്റിലെ ടേസ്റ്റ് ടൈം എന്ന പ്രോഗ്രാമിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആളാണ്. അപ്പോൾ സാധികയൊക്കെ വരേണ്ട ടൈം കഴിഞ്ഞു, അപ്പോൾ എന്തായാലും ചാൻസ് ഉണ്ട്. അടുത്തത് സിദ്ധാർത്ഥ് പ്രഭു. സിദ്ധാർത്ഥ് പ്രഭു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒരു ചാൻസ് ഇല്ലാതെ ഇല്ല. അടുത്തത് ശ്രദ്ധ. ശ്രദ്ധാനെ എല്ലാവർക്കും അറിയുമോ, നമ്മുടെ പഴയ സീരിയലിൽ ഹലോ കുട്ടിച്ചാത്തനിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ്. അടുത്തത് അതേപോലെ ഏഷ്യാനെറ്റിൽ പഴയ സീരിയലായ അമ്മ, അതിലൊക്കെ അഭിനയിച്ച, മാനസപുത്രിയിലൊക്കെ അഭിനയിച്ച ശ്രീകല. അടുത്തത് മിഥുൻ, ഒരു ഫുഡ് വ്ളോഗറാണ്, ഒരു ചാൻസ് ഇല്ലാതെ ഇല്ല. അടുത്തത് പ്രിയങ്ക, ഇപ്പം ഈ അടുത്തായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു, പുലിവാൽ കല്യാണത്തിലൊക്കെ ഉണ്ട്. അടുത്തത് ടീച്ചറമ്മ, ശ്രീലക്ഷ്മി എന്നാണ് പേര്, അതായത് ധിക്കാറിലൊക്കെ അഭിനയിച്ചിട്ടുള്ള
നടിയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സീരിയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ പേരുകളാണ് ഞാൻ പ്രഡിക്ഷനിൽ പറയുന്നത്. ഇതിൽ ആരൊക്കെ വരാനാണ് കൂടുതൽ ചാൻസ്, വരാൻ ചാൻസ് ഇല്ലാത്തവർ ആരൊക്കെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.